നോമ്പ് തുറക്കാനായി മലപ്പുറം വേങ്ങര ഇരുകുളത്തെത്തിയാൽ നല്ല ഔഷധ ഗുണമുള്ള മസാല കഞ്ഞി കുടിക്കാം. ഇരുകുളം ജുമാ മസ്ജിദാണ് ഈ കഞ്ഞി തയ്യാറാക്കുന്നത്. ദിവസവും 1000-ലധികം ആളുകളാണ് ഇവിടേക്ക് എത്തുന്നത്. നോമ്പ് തുറക്ക് മലബാറിലെവിടെയും ഈ ഔഷധക്കഞ്ഞി അത്ര വ്യാപകമല്ല. തമിഴ്നാട്ടിലെ നോമ്പ് വിഭവമാണിത്. ഔഷധക്കഞ്ഞി മലപ്പുറത്ത് എത്തിച്ചത് ഇരുകുളം മഹല്ലുകാരനവർ അലവി ഹാജിയാണ്. തമിഴ്നാട്ടിൽ ഒരു 10 കൊല്ലം ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഈ കഞ്ഞി കുടിച്ചതിന് ശീലിച്ചത്. അന്ന് മുതലേ ഞാൻ വിചാരിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ട് ഈ കഞ്ഞി കൊണ്ടുവന്നൂടാന്ന്. അങ്ങനെയാണ് ഇപ്പോൾ ഈ റമദാനിൽ കാണാതെ കൊണ്ടുവരാൻ പറ്റിയത്. മട്ടൻ കഞ്ഞി, പിന്നെ ബീഫ് കഞ്ഞി, മസാല കഞ്ഞി, അങ്ങനെ 3 കഞ്ഞിയാണ് ഇവിടെ നമ്മൾ ഈ 10 ദിവസത്തിനുള്ളിൽ കൊടുത്തത്. വൈകുന്നേരം അസർ നമസ്കാര ശേഷമാണ് കഞ്ഞി വിതരണം ചെയ്യുന്നത്. ജാതി മത വ്യത്യാസമില്ല. വരുന്ന എല്ലാവർക്കും മതിയാവോളം കഞ്ഞി റെഡി. ദിവസവും 1000-ലധികം ആളുകളാണ് കഞ്ഞിക്കായി ഇവിടെ എത്തുന്നത്. സ്റ്റാർട്ടിങ് 1000 പേർക്കുള്ളത് ഉള്ളൂ. ഇപ്പം നമ്മൾ ചെമ്പ് ഇത് കൂടി വന്ന് ഒരു 5000 പേർക്ക് കുടിക്കാനുള്ള കഞ്ഞി ഇപ്പോൾ നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ 1 ലിറ്ററിന് 1 കപ്പാണ് കണക്ക്. പിന്നെ നമ്മൾ കൂടുതൽ പേരുണ്ട് അല്ലെങ്കിൽ അടുത്ത വീട്ടിൽ കൊടുക്കാണ്ട് എന്ന് പറഞ്ഞാൽ അതിക്ക് വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതൽ കൊടുക്കും. ഔഷധക്കഞ്ഞി തയ്യാറാക്കുന്നത് കോയമ്പത്തൂരിൽ നിന്നും എത്തിയ പാചകക്കാരാണ്. പട്ട, ഗ്രാമ്പ്, ഏലക്കായ്, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ മഞ്ഞൾപ്പൊടി, മല്ലിയില, പുതിന, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചേരുന്നത്. മെയിനായിട്ട് ഇതിൽ ബിരിയാണി അരിയാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ ക്ഷീണം കാര്യങ്ങളൊക്കെ നോമ്പ് തുറന്നു കഴിച്ചു കഴിഞ്ഞാൽ ക്ഷീണം കാര്യങ്ങളൊക്കെ മാറിക്കിട്ടും. അതേപോലെ എത്ര പ്രായമുള്ള ആൾക്കാർക്കും ഇത് ധൈര്യത്തിൽ കുടിക്കാം. ചിലവ് കൂടുതലാണ് മസാലക്കഞ്ഞിക്ക്. എങ്കിലും റംദാൻ 30 വരെ കഞ്ഞി വിതരണം ചെയ്യാനാണ് പള്ളി കമ്മിറ്റിയുടെ തീരുമാനം. 24 തിരൂർ.